ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. നമ്മൾ അങ്ങനെ തിരിച്ച് കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ഒരു 3 ദിവസം നീണ്ട അടിച്ചുപൊളിക്ക് ശേഷം നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ അടിപൊളിയാണ് ഗൈസ്. അതിൻ്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണം പറയാം. ലൈക്ക് ഒരു യൂട്യൂബ് തുടങ്ങിയ ശേഷം അത്ര കാലമൊന്നും ആയില്ല. ഞാൻ കുറച്ച് ആക്റ്റീവായി വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇവൻറ്റിലോട്ടൊരു ഇൻവൈറ്റ് വന്നത് ഇറ്റ് വാസ് സർപ്രൈസിങ് മൈ കഴിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. പിന്നെ നല്ല അടിപൊളിയാണ്. കുറേ ക്രിയേറ്റേഴ്സൊക്കെ ആയിട്ട് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എല്ലാവരുടെയും ഒരു എന്താ പറയുമല്ലോ, ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരൊക്കെ ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു എന്തൂസിയാസവും എക്സൈറ്റ്മെന്റും അത് കണ്ടപ്പോൾ കുറേയൊക്കെ പഠിച്ച് കേസ്, കുറേയൊക്കെ സാധനങ്ങൾ കണ്ടുപഠിക്കുകയും കേട്ടുപഠിക്കുകയും ചെയ്തതാണ്. നൈസായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അത് ഫസ്റ്റ് വന്ന ദിവസം തന്നെ വിശേഷമാണ് ഗൈസ്. ഇന്ന് ശരണ്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും മൂന്നാറിലാണ്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തോ കഴിച്ചത് എനിക്ക് എന്നെ വേറെ പിടിച്ചില്ല. അപ്പോൾ ഫുഡ് പോയ്സണിങ് അടിച്ച് 2 ദിവസം ഞാൻ തളർന്നു പോയി ഗൈസ്. സോ തളർച്ചയെന്ന് ജസ്റ്റ് ഒന്ന് റിവൈവ് ആയതേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഐഫോൺ ഫോബിയസിലാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ആ ഗിഫ്റ്റിംഗ് എടുക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. വൈകുന്നേരം എന്തോ കാർത്തിയും വർഷയും വീട്ടിൽ വരുമെന്ന് പറഞ്ഞു, ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അവരെ കൂടെ അവരെന്തോ ഒരു സർപ്രൈസ് പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, എന്തോ ക്ലബ്ബിലാന്ന് തോന്നുന്നു. അപ്പോൾ ആ ക്ലബ്ബിൽ പോകുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നാണ് എൻ്റെ പ്ലാൻ. അവിടെ വെച്ച് കൊടുക്കുക മിക്കവാറും. അവിടെ എനിക്ക് അറിഞ്ഞൂടെ എന്ത് സീനാണെന്നുള്ളത്, സാധനം കയറ്റോ ഇല്ലെന്നുള്ളതെന്ന് അറിഞ്ഞൂടെ, നോക്കട്ടെ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ അവർ മൂന്നാറിലാണ്, അവർ വരുന്നതേ ഉള്ളൂ. സോ എനിക്ക് പോകാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് മൈ സിറ്റുവേഷൻ. ഇല്ലെങ്കിൽ അവിടെ വെച്ച് നല്ല ഗ്രാൻഡ് കൊടുക്കുകയായിരുന്നു. ഇപ്പം എന്തായാലും അവർ വന്നതിന് ശേഷം രാത്രി എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കാണും. അപ്പം അവിടെ വെച്ച് നമ്മൾ സർപ്രൈസ് ചെയ്യും. കുറച്ച് നേരത്തേക്ക് ക്ലബ്ബിൽ ലൈറ്റ് ഇടാൻ പറയാം ഗൈസ്, എന്നിട്ട് നമുക്ക് കൊടുക്കാം ഗിഫ്റ്റ്. അല്ലെങ്കിൽ പിന്നെ ആരും ഒന്നും കാണില്ല, ഇരുട്ടത്ത് എന്തോ കൈമാറുന്ന മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ, നമുക്ക് അവളെ സർപ്രൈസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആദ്യം ഐഫോൺ ഫോബിയാസിൽ പോകുന്നു. സാധനം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നു. നിങ്ങൾക്കായിരിക്കും അത് ഫസ്റ്റ് എന്താന്ന് പറയുമല്ലോ, ഫസ്റ്റ് പ്രിവ്യൂ അതെന്താണ് ഗിഫ്റ്റ് എന്നുള്ളതിൻ്റെ. അവൾ ഞെട്ടിത്തകരുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ നേരെ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ഐഫോൺ ഫോബിയാസ്. ബൈ. ഓക്കെ ഗൈസ്, ഐ ലൈക്ക് ദിസ് ഫ്രെയിം. 2 സൂപ്പർ കിടിലൻ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുന്ന പോലെയല്ലേ. നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ കണ്ടു അജാസ് ആൻഡ് സന, നമ്മളെ നെയ്ബേഴ്സ്. അപ്പം ഇവരും പാർട്ടിക്ക് ഉണ്ടാവുമെന്നൊക്കെ തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ, നോക്കാം. ഇവർ രണ്ടും കുറച്ച് നാണം കുണികളാണ് ഗൈസ്, എന്നെ പോലെ. ഗൈസ്, നമ്മൾ ഐഫോൺ ഫോബിയാസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് എടുക്കുന്നത്. ഷാരുവും ആപ്പിൾ ഫാൻ ഗേൾ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവളും വേറെ ഒരു ബ്രാൻഡ് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ ബേസിക്കലി നമ്മൾ കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഊഹിച്ച് കാണും എന്താണ് സാധനം എന്നുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിന് 3ാമത്തെ ഓറഞ്ച് ഐഫോൺ, അതാണ് അവർക്കുള്ള ഗിഫ്റ്റ്. അതിവിടെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിബിറോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ സാധനം റെഡിയാണെന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചിട്ട് നമ്മളത് കൈവച്ച് ചെയ്യും. ഇന്ന് വൈകുന്നേരം എന്തായാലും അവർ ക്ലബ്ബിൽ പരിപാടിയുണ്ട്. അപ്പം അവിടെ വെച്ച് നമുക്ക് ഈ സാധനം കൈമാറാം, മനസ്സിലായില്ലേ? അവിടെ നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരു സമയം കിട്ടും, സ്പോട്ട് കിട്ടുമ്പോൾ അവർക്ക് ഇതങ്ങ് കൊടുത്ത് സർപ്രൈസ് ചെയ്യാൻ നോക്കാം. എന്തായാലും ഏറ്റവും തോന്നുന്നു, എനിക്കറിയത്തില്ല എന്താണ് സീൻ എന്നുള്ളത്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ കളക്ട് ചെയ്യാം ഇവരെയൊന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് ശരണ്യയ്ക്കുള്ള ഗിഫ്റ്റ് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്. സന്തോഷപൂർവ്വം ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ 3ാമത്തെ ഓറഞ്ച് ഐഫോണാണ് നമ്മുടെ ഗ്യാങ്ങിലെ. ഐഫോൺ 17 Pro Max ആണ് അവർക്ക് കൊടുക്കുന്നത്. 512 അല്ലേ? 512 GB. സോ അങ്ങനെ അവൾ ഞെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നെന്തായാലും കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് ഞെട്ടിക്കാൻ നോക്കാം ഗൈസ്. അപ്പം 3ാമത്തെ ഓറഞ്ച് ഐഫോൺ ഇൻ അവർ ഫാമിലി. താങ്ക് യു ഐഫോൺ ഫോബിയാസ്. അങ്ങനെ ആസ് ഓൾവേസ് നമ്മുടെ ഐഫോൺ സപ്ലയേഴ്സ് ആണ് ഗൈസ്. എന്ത് ആപ്പിളിൻ്റെ ഡിവൈസ് ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നിങ്ങളും വന്നെടുക്കുക. ഇപ്പോൾ ഭയങ്കര പാടല്ലേ കിട്ടാൻ, ഭയങ്കര പാടാണ് ഗൈസ് ഇപ്പോൾ ഫോൺ കിട്ടാൻ, കളറും സംഭവങ്ങളും ഒക്കെ. സോ ഇവരുമായിട്ട് ഡീൽ ചെയ്യുക, അവർ സെറ്റാക്കി തരും. എന്തായാലും കാണാം. താങ്ക് യു ഐഫോൺ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിന്നെ പിടിക്കാൻ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പൊക്കി. എനിക്കറിയാം നീ റൂമിലോട്ട് എന്തായാലും വരുമെന്ന് അറിയാം. ആസ് എ വ്ളോഗർ ഞാനും എടുത്തിട്ട് വരാം. ഓക്കെ വെയിറ്റ്, ഞാൻ നിന്റെ വരാം. നീ ഇത് കട്ട് ചെയ്തില്ല. ഓക്കെ, ഒരു മിനിറ്റ്. എന്നാ കാർത്തിക് സൂര്യ കണ്ടോ ഗൈസ്, നിക്കറൊക്കെ ഇട്ട ബീച്ചിൽ പോവാൻ വന്നേക്കുന്നത്. ഞാൻ ജസ്റ്റ് നോക്കിയതാ, ഫാൻ ഓഫ് ചെയ്യാൻ നോക്കി, ലൈറ്റ് ഓഫ് ആയി. അപ്പൊ എങ്ങനെയാണ്, എത്ര മണിക്കാണ്? ലേറ്റ് ആയി പോയില്ലേ നമ്മളിപ്പോ തന്നെ? അവര് 9 മണിക്ക് വരുമെന്നാണല്ലോ അവര് പറഞ്ഞ. നമ്മൾ എത്തണ്ടേ? ഇടക്ക് വെച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു കടയിൽ ഇറങ്ങി, പപ്സ് കണ്ടപ്പം ശരണ്യെ വിളിച്ചിട്ട് പപ്സ് വേണോന്ന് ചോദിച്ചപ്പോ ശരണ്യ എല്ലാം കൂടെ കുറ്റി കുറച്ച് ഇറങ്ങി വന്നിട്ട്. അപ്പൊ അനന്ത് ബാക്കി വന്നിട്ട് ഇവിടാ ഇതുങ്ങളെ എങ്ങനെയെങ്കിലും പപ്സ് കേട്ടാ. നീ എന്നാലും പപ്സ് ഒക്കെ തിന്നു തുടങ്ങിയത്?
പപ്സ് ഒന്നുമില്ല. അല്ല നീ ഡയറ്റ് ഒക്കെ പക്ഷെ പപ്സ് ഒക്കെ occasionally. ഐ സി. Occasionally അപ്പൊ എന്നെ പോലെ തന്നെ ഞാനും ഒക്കേഷണലി തന്നെ ഇതൊക്കെ കഴിക്കുന്നത് പപ്സ് ഒക്കെ. ഞാൻ അത്ര occasionally ഞാനും അല്ലല്ല occasionally ഇല്ല ഞാൻ നിർത്തി. ഞാൻ ഒക്കേഷണലിലേക്ക് നിർത്തി. ഡയറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി ഉള്ളതെല്ലാം വാരി കയറ്റി വയറും വയ്യാതെ വന്നേക്കും. ഞാൻ ബാംഗ്ലൂർ പിന്നെ തിന്നാനല്ലേ പോയത്. ഞാൻ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ബാംഗ്ലൂർ പോയത്? കണ്ടന്റ് വേണ്ടേ? ഞാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് കണ്ടന്റ് കിട്ടിയോ? കുഴപ്പമില്ല. കണ്ടന്റ് കിട്ടിയ ഒരു വയറ് സത്യം അത് കിട്ടി. അതെ എന്റെ ഗൂഗിളില് അത് കണ്ടായിരുന്നാ? താങ്ക് യു. അത് ഞാൻ ചോദിച്ച് വാങ്ങിക്കേണ്ടിയിരുന്നു. അത് ആക്ച്വലി അത് അടിപൊളി സാധനമാണ്. കാരണം എന്നെ ഇതുപോലെ യൂട്യൂബിൽ ആദ്യത്തെ ഒരു ഇവന്റിന് വിളിച്ചത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി സത്യം കേട്ടാ. ഒരു ഫീലാണ്. നമ്മൾ അവിടെ ബിലോങ് ചെയ്യുന്ന ഒരു ഫീൽ അല്ലേ. അവര് നമ്മളെ അക്നോളജ് ചെയ്യുന്നു. ക്രിയേറ്റേഴ്സിന് ഇത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാനും അത് തന്നെ പറഞ്ഞു. ബിക്കോസ് വേറെ ആരും എനിക്ക് തോന്നല്ല വേറെ എവിടെയെങ്കിലും ഇത് കറക്റ്റ് നമുക്കൊരു ജീവിത മാർഗവും കൂടി ആവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സൈഡ് വൈസ് 100K ആകുമ്പോ അവാർഡ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. ഭയങ്കര 1 million അങ്ങനെ യൂട്യൂബ് വഴിയാണ് കേസ്. സത്യം കേട്ടോ. ഇതാണ് ഞാനും പറഞ്ഞ ആൾക്കാർക്ക് പുച്ഛിക്കാൻ എളുപ്പമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്യുന്നവരെ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇപ്പോഴും ഞാൻ യൂട്യൂബർ എന്നുള്ളൊരു സംഭവം എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അവര് അവിടെ ചെന്ന ഇവരുടെ ഈ ഒരു റെക്കഗ്നിഷൻ കാണുമ്പോണ്ടല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെന്തോ കാര്യമായി മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തോ സാധനം ചെയ്യുന്നുണ്ട്, അതിന്റെ റെക്കഗ്നിഷൻ കിട്ടുന്നുമുണ്ട്. അപ്പൊ ഞാൻ ഈ പുച്ഛിച്ച് നടക്കുന്നവന്മാര് ഇതുവല്ലോ അറിയുന്നുണ്ടോ? അതാണ് ഞാൻ പറയണത്. അപ്പം അതിൽ ഞാൻ പറയുന്നുണ്ട് ആൾക്കാരെ വെറുതെ പുച്ഛിക്കാതെ അവരെന്തൊക്കെ നേടുന്നുണ്ട്, എന്തൊക്കെ എഫേർട്ട് ഇടുന്നുള്ളതാണ് ആദ്യം കാണേണ്ടത്. അതിനുശേഷം ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. അല്ലല്ല അയ്യോ ഒട്ടുമല്ല. ഇത് 24 hour തിങ്കിങ്ങും വർക്കിങ്ങും ആണ്. പിന്നെ കൺസിസ്റ്റന്റ് ആയിരിക്കണം, ഭയങ്കര കൺസിസ്റ്റന്റ് ആയിരിക്കണം ഗൈസ്. അതാണ് എനിക്ക് കുറച്ച് പാടായിട്ടുള്ള കാര്യം. അത് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതൊന്ന് മാറ്റി സെറ്റാക്കി വരാനായിട്ട്. ഇപ്പൊ എനിക്ക് കുറച്ച് പവർ കയറിയല്ലോ കേട്ടാ. ഞാൻ അവിടെ പോയില്ലേ, അതിന് ശേഷം എനിക്കൊരു ഇച്ചിരി സൂപ്പർ പവർ കയറിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കോൺഫിഡൻസ് ഒക്കെ അതുണ്ട്. നമ്മൾ അവിടെ അപ്രീഷിയേറ്റ് ചെയ്തോടുകൂടി ഗൈസ് കുറച്ചൊരു വിശ്വാസം വന്നു. അപ്പൊ എന്തായാലും നമ്മൾ പോയി പാർട്ടി എൻജോയ് ചെയ്യട്ടെ ഗൈസ്. ഷാരുവിനെ കണ്ട് സർപ്രൈസ് ചെയ്യാം. നമ്മളെന്തോ ഈച്ചയെ പിടിക്കുന്നു? ഓ പൂച്ചയായിരുന്നു അവിടെ. ഓ ഞാൻ നോക്കി, ഞാൻ വെച്ചാൽ ഈച്ച അടിക്കുന്നതല്ല. ആദ്യം ഫസ്റ്റ് ഷോട്ട് നീ കാണണത് കോമഡിയാ. ഈച്ച അടിക്കുന്നതല്ല, അവിടെ പൂച്ച ഉണ്ടായത് ഗൈസ്. അവ നോക്കിക്കോ എന്നെ മോന്തക്കിട്ട് ഇടിക്കാനുള്ള എല്ലാ പണിയുണ്ട്. അത് തന്നെ ഒരു സാറന്മാരുണ്ട്. ഗൈസ് നല്ല കിടിലം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനും കഴിച്ചു. ഇല്ലടാ ഒരെണ്ണം കഴിച്ചു. നീ കഴിച്ചു കൊടുക്കുമ്പോ നീ കഴിച്ചോളും കേട്ടോ. അവിടെ ഇപ്പൊ എന്തോ കഴിക്കും എടാ. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റൂല. ഒരെണ്ണം കഴിച്ചു നോക്ക്. നീ കഴിച്ചു നോക്ക് കറിയായിട്ട്. ഇത് ഒരെണ്ണം അല്ലേ, ഒരെണ്ണം കഴിച്ചോ ഗൈസ്. ഇത് ഞാനും കഴിച്ചായിരുന്നു. ഈ ദോശയും മട്ടൻ കറിയും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടാ. അതും പ്രത്യേകിച്ച് നെയ്ദോശയും മട്ടൻ കറിയും. അത് വെരി ലൈറ്റ്, നല്ല ലൈറ്റാണ് കേട്ടാ. അല്ല അവിടെ നിന്ന് കഴിക്കുന്നുണ്ടാ? ട്രൈ ചെയ്ത് നോക്കട്ടെ. ദോശ റിവ്യൂ ഗൈസ്. നോക്കട്ടെ. ചായ കട്ടൻ ചായ അല്ലേ? കട്ടൻ വേണോ പാൽ ചായ വേണോ? എന്തായാലും കുടിക്കുന്നുമ്മ ഗൈസ്. മട്ടൻ കറി റിവ്യൂ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ മട്ടൻ കറി കോമ്പിനേഷൻ. ഉള്ള എക്സ്പ്രഷനാണ് കോമഡി. സൗണ്ട് ഇല്ലാത്ത റിവ്യൂ ആണ്. എന്നെ പോലത്തെ റിവ്യൂ ആണ്. വർഷേര മൂളലാണ്, മൂളലും മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാടാ? അപ്പൊ ശരി ഗൈസ്, ഇവര് കഴിക്കട്ടെ. റെഡിയായതിനു ശേഷം പോവാം. ഇപ്പൊ സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് അറിയാം അല്ലേ ഓണാണെന്നുള്ളത്. അങ്ങനെ ഗൈസ് നമ്മള് ക്ലബിലോട്ട് പോവുകയാണ്. അവന് ചെരുപ്പിട്ടുകൊണ്ട് വന്നേക്കുന്നത് ക്ലബിൽ പോവാൻ. അവസാനം പിന്നെ അവിടെയൊക്കെ ക്ലബില് ഷൂസ് ഇടാതെ കയറ്റൂല. ദുബായി പോയ സമയത്ത് ഷൂസ് ഇടാത്തതിന്റെ പേരിൽ ഒരു ക്ലബ്ബിൽ കയറാൻ പറ്റില്ല. അവിടെ നല്ല സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ നാട്ടില് പിന്നെയും പരിചയത്തിന്റെ വിലയിലും കയറ്റും. അവസാനം ആൾക്കാരെന്തോ വേണ്ട അവിടെ ദുബായില് അത് എല്ലാരും സ്ലിപ്പറും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ ഇട്ടോണ്ട് വരും. ഡ്രസ് കോഡ് സ്ട്രിക്റ്റ് ആണ് ഭയങ്കര. ഓഫ് ടു ക്ലബിംഗ്. ഓക്കെ ഗൈസ്, आपका नाम क्या है? राजकुमार. ओह माय गॉड, नाइस नेम, गुड नेम.
പുള്ളിയുടെ ബെസ്റ്റ് ബേക്കർ അല്ലേ? നമ്മൾ കേക്ക് വാങ്ങിയാൽ വന്നതാണ് ഗൈസ്. ഞാനും ഹർഷയും. രാജ്കുമാറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേക്കിന്. അപ്പോൾ വരാൻ ഗൈസ്. കേക്ക് വാങ്ങിച്ചുകൊണ്ട് ക്ലബ്ബിൽ പോയിട്ട് വി വിൽ കട്ട് എ കേക്ക്. ഒന്ന് കേക്ക് മുറിച്ച് അവൾ തളരും. ക്ലബിലൊരു കേക്ക്, അത് കഴിഞ്ഞിട്ടൊരു കേക്ക്. ഓ, ലോട്ട്സ് ഓഫ് കേക്ക്സ് ഗൈസ്. അപ്പോൾ എന്തായാലും ഷാരു ഹാപ്പി ആവട്ടെ. ഗൈസ്, നമ്മൾ ഡിസ്ട്രിക്ട് 7 എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു സംഗമം നടക്കുകയാണ്. അകത്തറിയില്ല എന്നാണ് നിങ്ങൾ? ഓ, എല്ലാവരും വെളിയിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തേക്കുന്നത് ഗൈസ്. കേക്കും പൂവും പിന്നെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റും. അതാരും വേണ്ടില്ല. സോ ലെറ്റ്സ് സർപ്രൈസ്. നമ്മുടെ സർപ്രൈസ് ഏരിയ. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എത്ര നേരമായി വന്നിട്ട്? പോസ്റ്റ് ആയിരുന്നു തോന്നുന്നല്ലോ. പിന്നെ എവരിറങ്ങിയാണല്ലേ എനിക്ക് വരട്ടെ ചെറുതായിട്ട്. എനിക്ക് തോന്നി ഗിഫ്റ്റ് മറന്നു അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും വരട്ടെ ഗൈസ്. എല്ലാവരും നീന്തി വരുന്നതേ ഉള്ളൂ. എല്ലാവരും വന്നിരിക്കുകയാണ്. വരൂ വരൂ, കടന്നു വരൂ. എന്താ ഇതൊരു ഹാപ്പി ബർത്ത്ഡേ ഇരിക്കട്ടെ. നമ്മുടെ വക ഒരു ചെറിയ ആരും നല്ല പൊളിച്ചടിക്കിട്ട് വന്നേക്കാണ്. അപ്പൊ ഗൈസ് എല്ലാരും വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് കട്ടിയാം. അപ്പൊ പിന്നെ എവിടെയാ കഫിക്കാനാ? ഡിസ്ട്രിക്ട് 7. ഇനി ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് പറയൂ? അവിടെ ഉണ്ട്. ബർത്ത്ഡേകളുടെ ലുക്കാണ്. ആ തൊപ്പിയുടെ വെച്ചാണ് ഇന്ന്. ഇങ്ങനെ വെച്ചാ മതി. ഹാപ്പി ബർത്ത്ഡേ. സെറ്റല്ലേ? ആഹാ, ഓഹോ, നീ അത് പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. ഷാരു ഹാപ്പി ബർത്ത്ഡേ. ദുബൈയിൽ നിന്നുള്ള ഗിഫ്റ്റ് ആണ് ഗൈസ്. യെസ്, ഐഫോൺ 4BS ഇന്ന് ഉള്ള ഷാരുവിനുള്ള ഗിഫ്റ്റ് ആണ്. ശാസ്ത്ര പ്രത്യേകം പറഞ്ഞ് നിനക്ക് തരാനായിട്ട്. സോ തുറന്നു നോക്ക്, തുറന്നു നോക്ക്. കൈ വേണമെങ്കിൽ അടി. ഇപ്പൊ ബർത്ത്ഡേ സെറ്റ് ആയില്ലേ? ഇപ്പൊ സെറ്റ് ആയില്ലേ? അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നെറ്റിയില്ലേ അല്ലായിരുന്നല്ലോ. ഇനിയിപ്പം എനക്കൊരു ചെറിയൊരു ഹിന്റ് വല്ലതും ഉണ്ടോ എന്നുള്ള സംശയമല്ലേ? സെറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ സർപ്രൈസ് വർക്കായിരിക്കുകയാണ്. അവിടെ നിന്നുണ്ട് എല്ലാം ചരടൊക്കെ വലിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിന്ന് പോയി മൊത്തം ആസ് ഓൾവേസ് പോയി സാധനം എടുക്കുന്ന ചുമതല മാത്രം. ഗൈസ്, ബർത്ത്ഡേ കംപ്ലീറ്റ്. അഞ്ച് കേക്ക്, ഒരു ഐഫോണ്. ഇനി എന്താണ്? താങ്ക് യു ശാസ്ത്രോ, താങ്ക് യു. ഭയങ്കര ഹാപ്പി. എനിക്ക് സ്പെഷ്യൽ ആണ് 29th ബർത്ത്ഡേ. സീരിയസ്ലി എനിക്ക് വേറൊന്നല്ല, എല്ലാരും ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാരും എന്റെ കൂടെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. വളരെ ഹാപ്പിയായി. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാത്തവര് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, എല്ലാരും പോവുകയാണ് എന്നെ വിട്ടിട്ട്. ബൈ ഗൈസ്, നമ്മളങ്ങനെ പോവുകയാണ്. ടാറ്റ, ബൈ ബൈ. ഇന്നത്തെ തീർന്നു. ബൈ ബൈ. എവിടെ ബർത്ത്ഡേ? ബൈ.